ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ റോസാ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് റോസാ ചെടികളെ പറ്റിയിട്ട്. അതിൻ്റെ പ്രൊപ്പഗേഷനും പിന്നെ കൊടുക്കുന്ന വളങ്ങളും പിന്നെ പൂക്കാൻ എങ്ങനെയാണ് ചേച്ചി കെയർ ചെയ്യുന്നത് എന്നൊക്കെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പറയാറില്ലേ, ചുവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളുടെ കാര്യത്തിലും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ധാരാളമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം പൂ എന്നുള്ളത് വിട്ടിട്ട് നമ്മളെ ചെടിയെ എപ്പോഴും നല്ല രീതിയിൽ ഹെൽത്തി ആക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ, എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഒരു തവണയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു തവണ തന്നെ ആക്കണമെന്നില്ല, 1-2 തവണ ചെയ്യാം കേട്ടോ. നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാണകപ്പൊടിയിനകത്ത് നൈട്രജൻ്റെ അളവ് ധാരാളമായിട്ടുണ്ടല്ലേ. അപ്പം ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് നമ്മുടെ ചാണകപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു പിടി ചാണകപ്പൊടി നല്ല ഉണങ്ങി പൊടിച്ചത് എടുത്തിട്ട് നമ്മളെ ചെടികളുടെ ചോട്ടിനിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഒരു കാര്യമാണ്, നമ്മുടെ വീടുകളിൽ വേസ്റ്റ്, കിച്ചണിൽ വരുന്ന വേസ്റ്റാണ് മുട്ടത്തോടെന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൽ മുട്ട എടുത്തു കഴിഞ്ഞാൽ മുട്ടത്തോട് വരാറുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് വെയിലത്തോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം നല്ലപോലെ പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂൺ വീതം ചെടികളുടെ ചോടുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ അറിയാം, കാൽഷ്യത്തിൻ്റെ അളവാണ് നമ്മുടെ ഈ മുട്ടത്തോടിനകത്തുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ചെടികളുടെ നമ്മൾ ഈ തണ്ടുകളൊക്കെ നല്ല രീതിയിൽ ബലത്തോടു കൂടി വളർന്നു വരാനായിട്ട് നമ്മൾ ഈ മുട്ടത്തോട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത്, നമ്മളെ കിച്ചണിൽ എല്ലാവരും ചായ കുടിക്കാത്തവരധികം ഒന്നും കാണില്ലല്ലേ. ചായ അല്ലെങ്കിൽ കോഫി, ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ചായ ഇട്ട് കഴിയുന്ന ചായപത്രി, ആ തേയിലയുടെ പൊടി, തേയിലക്കൊന്ത്, ആ കൊന്ത് എടുത്തിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിൽ, അതും ഇതുപോലെ ഡയറക്റ്റ് ആ നനവോട് കൂടി ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ഔട്ട് ആയതിന് ശേഷം മാത്രം ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ തേയിലക്കൊന്തെന്ന് പറയുന്നത് അതിനകത്ത് അസിഡിക് നേച്ചർ കൂടുതലായിട്ടുണ്ട്. അപ്പം നമ്മൾ റോസാ ചെടി എന്ന് പറയുന്ന അസിഡിക് നേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തേയിലക്കൊന്ത് ഇടുന്നത് ചെടികൾക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മളെ ചെടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇത് മാസത്തിൽ 1-2 തവണയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ നൽകിയിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നല്ലേ. അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യുന്നത്, ഞാൻ പൊതുവേ ചെയ്യുന്നത്, ഞാൻ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഞാൻ ആകെ ചെയ്യുന്നത് നമ്മളെ അതും നമ്മുടെ കിച്ചണിൽ നിന്ന് വേസ്റ്റായിട്ട് വരുന്ന പഴത്തൊലി, നമ്മളെ ഏത്തപ്പഴത്തിൻ്റെ ആവാം, ചെറുപഴങ്ങളുടെ ആവാം, ഏത് വേണമെങ്കിലും ആവാം. പഴത്തിൻ്റെ തൊലി, ഇപ്പോൾ നല്ല വേനൽക്കാലമാണല്ലേ, അപ്പം നമ്മൾ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഈ വേനൽക്കാലങ്ങളിൽ. അപ്പം ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പഴത്തൊലി എടുക്കുക, ഒരു 4-5 പഴത്തൊലി എടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അങ്ങ് അടിച്ചിട്ട് അത് കുറച്ച് ഒന്ന് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളുടെ ചോടുകളിൽ കൊണ്ടുവന്ന് ഒഴിക്കുക. അപ്പം ഞാനിങ്ങനെ പഴത്തൊലി ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും, നമ്മുടെ വീട്ടിൽ പഴമുണ്ട്, പഴത്തൊലി കൊണ്ടുവന്ന് എല്ലാ ദിവസവും കൊണ്ടുവന്ന് ഒഴിക്കാമെന്ന് വിചാരിക്കരുത്. അത് ദോഷമായിട്ടേ ചെയ്യത്തുള്ളൂ. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പം നമ്മൾ നൈട്രജൻ വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു അളവ് പറഞ്ഞു, മാസത്തിൽ 1-2 തവണയെന്ന്. ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ ഈ പൂക്കാൻ ആവശ്യമായിട്ടുള്ള ഈ പഴത്തൊലി കൊടുക്കുന്നത്. അതും മാസത്തിൽ 1-2 തവണ, അല്ലെങ്കിൽ പോട്ടെ 3 തവണ, നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമാണെങ്കിൽ 3 തവണ, അതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പൂക്കളുണ്ടാവും. അപ്പം മഴക്കാലങ്ങളിൽ ഡയറക്റ്റ് നമുക്കത് മിക്സിയിൽ അടിച്ചിട്ട് അത് വെള്ളമായിട്ട് കൊണ്ടുവന്ന് ഒഴിക്കാം. വേനൽക്കാലങ്ങളിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്ന് ചെടികളുടെ ചോടുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മഴക്കാലങ്ങളിലാണെങ്കിൽ നമ്മൾ അത് പച്ചയ്ക്ക് കൊണ്ടുവന്ന് അടിച്ചൊഴിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്, ഈ വേനൽക്കാലമുള്ള സമയത്ത് നല്ലപോലെ ഈ പഴത്തൊലി കൂടുതൽ കിട്ടുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഉണക്കി പൊടിച്ച് വെക്കുക. ഒരു ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെറിയൊരു സ്പൂൺ, നമ്മൾ മുട്ടത്തോടിൻ്റെയൊക്കെ ഇടാറില്ലേ, അതുപോലെ തന്നെ പൊടി കൊണ്ടുവന്ന് ചെടികളുടെ
തോടുകളിൽ ഇട്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് പഴത്തൊലി ബനാന പീൽ ഫെർട്ടിലൈസർ നമുക്ക് ചെടികളിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഈ പൂക്കാനുള്ള വളങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല കാര്യങ്ങൾ, നമ്മൾ റോസാ ചെടിക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ്. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. ഓരോ പൂക്കൾ വന്ന് കൊഴിഞ്ഞ് പോകുമല്ലോ, ആ കൊഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഉണങ്ങി കരിഞ്ഞ് പോകുന്നത് വരെ നോക്കിയിരിക്കേണ്ട. അത്യാവശ്യം 3-4 ഇതളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് ഒരു 2 ഇലയുടെ താഴെ വെച്ചിട്ട് അത് പ്രൂൺ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്, കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാനായിട്ട് ഇതിനകത്തില്ല, എന്നാലും ഞാൻ ഒന്ന് പറയാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പൂ നോക്കുമ്പോൾ 2 ഇല, ആ 2 ഇലയുടെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ താഴെ വീണ്ടും അതിൻ്റെ താഴെയുള്ള ഇലയുടെ ഇടയിലുള്ള നോഡിൽ നിന്ന് ബ്രാഞ്ചസ് വരികയും ധാരാളമായിട്ട് മുട്ടുകൾ വരികയും ചെയ്യും. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ റോസാ ചെടിയുടെ പ്രൊപ്പഗേഷൻ രീതിയാണ്. അപ്പം കട്ടിങ്സാണ് ഞാൻ കൂടുതലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നാടൻ റോസ, അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ റോസാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കട്ടിങ്സാണ്. നമുക്ക് കട്ട് ചെയ്ത് നല്ല സ്റ്റം നോക്കി കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ബഡ് റോസൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ഓൾറെഡി ബഡഡ് ആണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാട്ട് റോസൊക്കെ ആയിട്ട് വരും, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് തണ്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതിനകത്തിപ്പം ഓൾറെഡി നിറച്ചും മൊട്ടായിട്ട് നിൽക്കുന്ന കാരണം കമ്പുകൾ കുറവാണ്. പിന്നെ ഇടയ്ക്കുന്ന ഒരു കമ്പ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു തണ്ട് നമുക്ക് കട്ട് ചെയ്യാം കണ്ടോ. ഈ ഒരു സ്റ്റം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. വേണ്ടോ, ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കാണുന്നുണ്ടോ? അപ്പോൾ വെക്കുമ്പോൾ നമുക്കിതിനകത്ത് ലീഫൊന്നും വേണ്ട, ഈ ഒരു നീളം മതി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് നീളമാണ്. ഈ ഒരു നീളത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ എടുക്കുന്ന കട്ടിങ്സിന്. ഒരുപാട് വലിയ നീളത്തിലുള്ള കമ്പ് വേണ്ട, എപ്പോഴും ചെറിയ കട്ടിങ്സ് വെക്കുന്നതാണ് നല്ല രീതിയിൽ അടിപൊളി റോസ തൈ കിളുത്ത് വരാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് ലീവ്സ് ഒന്നും വെച്ചിരിക്കില്ല, ലീവ്സ് എല്ലാം തന്നെ അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റും. ഇതിരുന്നോട്ടെ, ഇവിടുന്ന് നോടിൽ നിന്നൊക്കെ വന്നോളും. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഈ താഴ്ഭാഗം നല്ല കൂർപ്പ് ചരിച്ചിന് കട്ട് ചെയ്യണം, ചരിച്ച് കട്ട് ചെയ്യുക മതി. എന്നിട്ട് ഈ ഒരു നോഡ് കണ്ടോ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ ഒരു നോഡുണ്ടല്ലോ, ഒരു നോഡെങ്കിലും നമ്മൾ മണ്ണിനടിയിൽ താഴ്ത്തുമ്പോൾ അത് മണ്ണിനടിയിൽ പോകത്തക്ക രീതിയിൽ വേണം ഇത് പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പോട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് മുള വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, മുള വന്ന് തുടങ്ങുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം ഉണ്ട്, ഇത് കണ്ടോ, എല്ലാത്തിനകത്തും മുള വരുന്നുണ്ട് കണ്ടോ, ചെറിയ മുളപ്പ് വരുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു നഴ്സറി പോട്ടിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് നടുമ്പോൾ ഇതുപോലെ സ്റ്റം കട്ട് ചെയ്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല നീർവാഴ്ചയുള്ള മണ്ണ് വേണം നമ്മൾ ഇത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് മണ്ണെന്ന് വെച്ചാൽ നല്ല ലൂസായിട്ടുള്ള നിങ്ങൾ മണൽ കളർന്ന മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത ഒരു പോട്ടിംഗ് മിക്സാണ് കേട്ടോ ഇത്. ഇതിനകത്ത് അത്യാവശ്യം തണുപ്പ് പിടിച്ചിരിക്കുകയും മണ്ണിനകത്ത്, എങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കില്ല, തണുപ്പ് പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പോട്ടിംഗ് മിക്സാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നട്ട് അത്യാവശ്യം നല്ല റൂട്ടഡ് ആയതിനു ശേഷം നമുക്കിത് പ്ലാന്റ് ഇതുപോലെ തട്ടി ചെയ്ത് വലിയ പോട്ടിലേക്ക് വെക്കാം. എപ്പോഴും നമ്മൾ പ്ലാന്റ് ചെറിയ ഇതുപോലുള്ള സ്റ്റമ്മുകൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കൊച്ചു ഇതുപോലുള്ള നഴ്സറി പോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ഗ്ലാസ്, അതിനകത്തോ ഏതിനകത്തെങ്കിലുമൊക്കെ വെച്ച് കിളിപ്പിച്ചിട്ട് മാറ്റി നടുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കിതിനകത്തോട്ട് പോട്ട് ചെയ്യാം. പോട്ട് ചെയ്യാനൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ പോട്ടിംഗ് മിക്സ് ഇതിനകത്ത് ഫില്ല് ചെയ്യുക. ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് നനയ്ക്കും. ആദ്യം പോട്ടിംഗ് മിക്സ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് നനച്ച് വെച്ചതാണ് കേട്ടോ, വെള്ളം മൊത്തം ഊർന്ന് പോയിട്ട് നനച്ച് വെച്ചതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ റോസാ കമ്പ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു നോടെങ്കിലും മണ്ണിനടിയിലേക്ക് പോകണം. കണ്ടോ, ഈ രീതിയിൽ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്തായാലും ഒക്കെ ഇതിൻ്റെ ചോട അനങ്ങരുത്. പിന്നെ എന്തൊക്കെ ചെയ്താലും ഇതിനൊരു ഷേക്ക്, ഈ കമ്പിനൊരു ഷേക്ക് വരരുത്. അങ്ങനെ വന്നു കഴിയുകയാണെങ്കിൽ ഈ ചെറിയ മുളപ്പ് വന്നാൽ അത് പെട്ടെന്ന് തന്നെ ചെടി ഉണങ്ങി, ഈ തണ്ട് ഉണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ നടുന്ന സമയത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് മണ്ണിൽ ഉറപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. കണ്ടോ? പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെയിൽ കിട്ടുന്നിടത്ത്, അധികമൊന്നല്ല ഒട്ടും വെയിൽ കിട്ടുന്നിടത്ത് നമ്മുടെ ഈ റോസാക്കമ്പ് കിളുക്കുന്നത് വരേക്കും വെക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും ഞാൻ ചെയ്യുന്നത് പൊതുവായിട്ട് എൻ്റെ വർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഗ്രില്ലാണത്. ഞാൻ അവിടെയാണ് കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുളപ്പിക്കാനുണ്ടെങ്കിൽ ഞാൻ വെക്കുന്നത്. ഗ്രില്ലിൻ്റെ സൈഡിൽ വെക്കും. വെട്ടത്തിന് വെട്ടമുണ്ട്, എന്നാൽ വെയിലുമല്ല, ഒരു തണുത്ത ക്ലൈമറ്റുമാണ്. അപ്പോൾ അവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം നനച്ച് കൊടുക്കും. അതാണ് ചെയ്യാറുള്ളത്. വെള്ളം നനയ്ക്കുന്നതും ഈർപ്പം അനുസരിച്ചിട്ട് മാത്രം മതി. എന്ന് വെച്ചാൽ നമ്മൾ വെയിലത്തൊന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വാരിക്കൊരു വെള്ളം ഒഴിക്കേണ്ട. നനവ് അനുസരിച്ചിട്ട് വെള്ളം നനച്ച് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് മുള വരുന്നത് കാണാം. റൂട്ട് കുഞ്ഞായിട്ട് ഡെവലപ്പ് ചെയ്യും. അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ഇത്തിരി വലുതാവുന്നത് വരേക്കും ഇതിൽ തന്നെ നമുക്ക് വെച്ചിട്ട് പ്ലാന്റിനെ വളർത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് പല മെത്തേഡുകളിൽ നമ്മുടെ റോസാ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാറുണ്ട്. ചിലർ അലോവേര ജെല്ല് ഡിപ്പ് ചെയ്ത് വെക്കും, തേൻ വെക്കും, പിന്നെ നമ്മുടെ ഹോർമോൺസ് യൂസ് ചെയ്യാറുണ്ട്, ചിരട്ടക്കരി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് പൊതുവായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകൾ എടുക്കുകയാണ് ചെയ്യാറുള്ളത്. വേറെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോട്ടി മിക്സ് ആയിരിക്കണം, വെള്ളം കെട്ടിക്കിടക്കരുത്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ഇലകളൊന്നും നിർത്തണ്ട. ഇതുപോലെ സ്റ്റെം മാത്രം നിർത്തി കൊടുത്താൽ മതി. ഈ ഇലകൾ പിന്നെ അല്ലെങ്കിൽ ഉള്ള എനർജി മൊത്തം ഇലകൾ വലിച്ചെടുക്കും. ആ ഇലകൾ പിന്നെ കൊഴിഞ്ഞതി കിടക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇല മൊത്തം ക്രോപ്പ് ചെയ്തിട്ട് വേണം നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്ത് കാണാം. അതിനകത്ത് ബഡിൽ നിന്നൊക്കെ ചെറിയ മുളപ്പുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റോസാ ചെടിയും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.